ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നത് എവിടെയാണ്? കുഞ്ഞു കാലത്ത് നമ്മൾ ആകാശത്ത് പറക്കുന്ന വിമാനത്തിൻ്റെ താവളം തേടി പോവുകയാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഞങ്ങൾ യാത്രയായിരിക്കുന്നു. അപ്പോൾ നമ്മളെ വിമാനത്താവളത്തിൽ എത്തിയ ശേഷം നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ. എറണാകുളം ജില്ലയിലെ പാറക്കടവ് ബ്ലോക്കിലെ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്ഥാനമാണ് നെടുമ്പാശ്ശേരി. ഇവിടെയാണ് നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പണിതിട്ടുള്ളത്. 2024 മാർച്ച് 25 ഈ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ച് 25 വർഷം തികയുകയാണ്. ഇന്ത്യയിലെ പൊതുമേഖല സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ആദ്യത്തെ വിമാനത്താവളമാണ് ഇത്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. 1999 മെയ് 25 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. മൊത്തം യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ 7ാമത്തതും അന്തർദേശീയ തലത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ 4ാമത്തതുമാണ് നമ്മുടെ ഈ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിലെ വ്യോമഗതാഗതത്തിൻ്റെ പകുതിയും കൈകാര്യം ചെയ്യുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ്. അന്താരാഷ്ട്ര ഫ്ലൈറ്റുകളുടെയും ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളുടെയും പ്രത്യേക ടെർമിനലുകളും ഇവിടെയുണ്ട്. നമ്മുടെ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 12,000 പേർ ജോലി ചെയ്യുന്നുണ്ട്. ചതുപ്പും നെൽവയലുമായി കിടന്നിരുന്ന സ്ഥലമായിരുന്നു ഇവിടം. ഈ വിമാനത്താവളം യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇവിടെ നിന്നും വിമാന സർവീസുകളുണ്ട്. 1991 കൊച്ചി നാവികതാവളത്തിലെ വിമാനത്താവളം നവീകരിക്കാനായി കേന്ദ്ര സർക്കാർ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ നാവികസേന അത്തരം പദ്ധതികളോട് അനുകൂലമായി പ്രതികരിക്കാതിരുന്നപ്പോൾ കൊച്ചിയിൽ പുതിയ വിമാനത്താവളം എന്ന ആശയം ഉടലെടുത്തു. അന്നത്തെ എറണാകുളം ജില്ലാ കലക്ടർ VJ കുര്യൻ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ച പദ്ധതിക്ക് അന്നത്തെ മുഖ്യമന്ത്രി K കരുണാകരൻ അനുകൂലമായി പ്രതികരിച്ചതോടെ പുതിയ എയർപോർട്ടിന് തുടക്കമായി. 1993 ഒരു സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത് പ്രാരംഭ പ്രവർത്തനം തുടങ്ങി. ആദ്യം ചേർത്തലയ്ക്ക് സമീപമായിരുന്നു സ്ഥലം കണ്ടെത്തിയത്. പ്രാഥമിക നടപടികൾ തുടങ്ങിയെങ്കിലും സ്ഥലമെടുപ്പിൽ കാലതാമസം വന്നതോടെ ആലുവയ്ക്കടുത്ത് ഇവിടെ നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റുകയായിരുന്നു. 1994 മാർച്ച് 30 പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. 5 വർഷം കൊണ്ട് വിമാനത്താവളത്തിന്റെ പണി കഴിപ്പിച്ചു. 1999 മെയ് 25 അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണൻ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ 1300 ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കുകയും വീട് നഷ്ടപ്പെട്ട 822 പേരെ പുനരധിവസിപ്പിക്കുകയും ചെയ്തു. സ്ഥലമില്ലാത്തവർക്ക് 6 സെന്റ് വീതം സ്ഥലം നൽകിയിരുന്നു. സ്ഥലം ഏറ്റെടുക്കുന്നത് മൂലം വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്കായി കുറെ ജോലികളും എയർപോർട്ട് ടാക്സി പെർമിറ്റുകളും നൽകി. ഇനി നമ്മൾക്ക് വിദേശത്തേക്ക് പോകുന്നവരുടെയും പോയിട്ടുള്ളവരുടെയും മനസ്സലിയിക്കുന്ന തിരികെ ഞാൻ വരുമെന്ന ഒരു ഗാനത്തിലൂടെ നമ്മൾക്ക് ഈ എയർപോർട്ടിനകത്തുള്ള കാഴ്ചകൾ കാണാം. വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പൂർമയിൽ കണ്ടു. വെയിലേറ്റു വാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. തത്തിന്തകത്തേതോ 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 ചങ്കില് കേൾക്കണ മണ്ണിന്റെ താളം. ഒരു വട്ടിപ്പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണ തോണിയുന്നുമ്പോ. ഒരു വട്ടിപ്പൂവുമായി അകലത്തെ അമ്പിളി തിരുവോണ തോണിയുന്നുമ്പോ. തിരപുൽകുന്നാടെന്നെ തിരികെ വിളിക്കുന്നു ഇണനീരിൻ മധുരക്കിനാവാ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. തിരികെ മടങ്ങുവാൻ തീര തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പൂർമയിൽ കണ്ടു. വെയിലേറ്റു വാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി
കണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരതടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പൂർമയിൽ കണ്ടു വേലിറ്റു പാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു. ആഹാ, അച്ഛനും മക്കളും കൂടി കളിക്കാൻ വന്നതാണോ അതോ യാത്രയാക്കാൻ വന്നതോ? അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു. ഓം ക്രീം കുട്ടിച്ചാത്ത, ഇത് സ്റ്റോപ്പാകട്ടെ. എൻ്റെ ദൈവമേ, ഇവരെ കൊണ്ട് തോറ്റു. എനിക്ക് നല്ലൊരു ഫൈന് വരുത്തി വയ്ക്കുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് പൂർണ്ണമായും സൗരോർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. 12 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. 45 ഏക്കർ വിസ്തൃതിയിൽ 46,150ഓളം സോളാർ പാനലുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. 6 മാസം കൊണ്ടാണ് പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിൽ നിന്നും ഒരു ദിവസം വിമാനത്താവളത്തിന് ആവശ്യമായ 50,000 യൂണിറ്റ് മുതൽ 60,000 യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഈ പ്ലാന്റിന് സാധിക്കും. ജർമ്മൻ കമ്പനിയായ ബോഷിൻ്റെ സഹായത്തോടുകൂടിയാണ് ഇത് നിർമ്മിച്ചത്. 62 കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. 25 വർഷം വരെ പ്ലാന്റ് പ്രവർത്തിക്കുമെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. 2015 ഓഗസ്റ്റ് 18-നാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇവിടുത്തെ സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. 2023 ഇവിടെ നിന്നും വിമാനത്തിലൂടെ യാത്ര ചെയ്തവരുടെ എണ്ണം 1 കോടി കടന്നു. 2023 അവസാനിക്കുന്നതിന് 11 ദിവസം മുമ്പ് തന്നെ 1 കോടി പേർ ഇവിടെ നിന്നും വിമാനയാത്ര നടത്തി. ദക്ഷിണേന്ത്യയിൽ പ്രതിവർഷം 1 കോടി പേർ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന 4ാമത്തെ വിമാനത്താവളവും കേരളത്തിലെ ഒരു വിമാനത്താവളവും ഇതായി മാറി. സംസ്ഥാനത്ത് മൊത്തം യാത്രക്കാരുടെ 63.50% യാത്ര ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. 2023 അപേക്ഷിച്ച് 2023 20 ലക്ഷത്തിലധികം പേരുടെ വർധനവുണ്ടായി. 2023 1 കോടി യാത്രക്കാരിൽ 54.04 ലക്ഷം രാജ്യാന്തര യാത്രയ്ക്കും 46.01 ലക്ഷം പേർ ആഭ്യന്തര യാത്രക്കാരുമാണ്. 2023 മൊത്തം 66,540 വിമാനങ്ങളാണ് ഇവിടെ നിന്നും സർവീസ് നടത്തിയത്. പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ആഗോളവൽക്കരണ കാലത്തിനു മുമ്പ് കെ കരുണാകരൻ ഈ ആശയം കൊണ്ടുവന്നപ്പോൾ പലരും എതിർത്തു. വിമാനത്താവളങ്ങൾ കേന്ദ്ര സർക്കാരിന് കീഴിലെ എയർപോർട്ട് അതോറിറ്റിയുടെ കുത്തകയായിരുന്ന കാലമായിരുന്നു അത്. പല എതിർപ്പുകളും മറികടന്ന് ഭരണ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ എതിർപ്പുകൾ വഴിമാറി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് നിലവിൽ വന്നു. പ്രവാസികളടക്കം ആയിരക്കണക്കിന് ആളുകൾ ചെറുതും വലുതുമായ ഓഹരികൾ ഉടമകളായി. 1999 ജൂൺ 10-ന് റൺവേയിലൂടെ ആദ്യ വിമാനം പറന്നുയർന്നു. ഈ വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്തവരും നേതൃത്വം നൽകിയവരും ഇപ്പോൾ ഇവിടുത്തെ സ്ഥിരം യാത്രക്കാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചാർട്ട് ഗേറ്റ് വേ ഉൾപ്പെടെ 3 ടെർമിനലുകൾ ഈ വിമാനത്താവളത്തിലുണ്ട്. ഒരു എക്സ്ക്ലൂസീവ് ബിസിനസ് ജെറ്റ് ടെർമിനലും 28 രാജ്യങ്ങളിൽ നിന്നുള്ള 19,000 നിക്ഷേപകരുള്ള ശക്തമായ അടിത്തറയാണ് കമ്പനിക്കുള്ളത്. ഏറെയും പ്രവാസി മലയാളികൾ. 34% ഓഹരിയുള്ള കേരള സർക്കാരാണ് ഏറ്റവും വലിയ നിക്ഷേപകൻ. ആഭ്യന്തര യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ഇപ്പോൾ ഇവിടെ നിന്നും റാഞ്ചി, ചണ്ഡീഗഡ്, വാരണാസി, റായ്പൂർ, ലക്നൗ തുടങ്ങിയ നഗരങ്ങളിലേക്ക് ഇൻഡിഗോ സർവീസുകളുണ്ട്. എയർ ഇന്ത്യ കൊൽക്കത്തയിലേക്ക് പ്രതിവാരം 6 സർവീസുകൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബഹുദോക, റാഞ്ചി എന്നിവിടങ്ങളിലേക്ക് എയർ ഏഷ്യയും പുതിയ സർവീസുകൾ പ്രഖ്യാപിച്ചു. ഇവിടെ നിന്നും ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലേക്കുള്ള സർവീസുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലേക്ക് മാത്രം പ്രതിദിനം 20 സർവീസുകളുണ്ട്. ഡൽഹിയിലേക്ക് 13, മുംബൈയിലേക്ക് 10 എന്നിങ്ങനെയാണ് ഓരോ ദിവസത്തെയും സർവീസുകൾ. ലക്ഷദ്വീപിലേക്കും ഇൻഡിഗോ പ്രതിദിന സർവീസുകൾ ആരംഭിച്ചു. ചെന്നൈ, ഗോവ, ഹൈദരാബാദ്, കണ്ണൂർ, തിരുവനന്തപുരം, സേലം, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിലേക്കും ഇവിടെ നിന്നും സർവീസുകളുണ്ട്. ബാങ്കോക്ക്, കോലലംപൂർ, സിംഗപ്പൂർ, ഹോച്ചിമിൻ സിറ്റി എന്നിവിടങ്ങളിലേക്കുള്ള അന്താരാഷ്ട്ര സർവീസുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലണ്ടനിലേക്കുള്ള പ്രതിവാര സർവീസുകളുടെ എണ്ണം 3-ൽ നിന്ന് 4 തീരുമാനമുണ്ട്. സംസ്ഥാനത്തു നിന്നുള്ള വിമാനയാത്രക്കാരിൽ 60%-ലധികവും കാർഗോ കയറ്റുമതിയിൽ 45%-വും ഇവിടെ നിന്നാണ്. പ്രവർത്തനം വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒക്ടോബറിൽ 7 മെഗാ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. കാർഗോ ടെർമിനൽ, ഡിജി യാത്ര, എയർപോർട്ട് എമർജൻസി സർവീസ്, ആധുനികവൽക്കരണം എന്നിവയുടെ ഉദ്ഘാടനവും, രാജ്യാന്തര ടെർമിനൽ 1-ാം ഘട്ട വികസനം, എയറോ ലോഞ്ച്, ഗോൾഫ് ടൂറിസം, ഇലക്ട്രോണിക് സുരക്ഷാ വലയം എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തറക്കല്ലിടലും
ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് 1000 കോടിയുടെ വികസന പദ്ധതികളാണ് 25ാം വർഷത്തിൽ ലക്ഷ്യമിടുന്നത്. 1000 കിലോവാട്ട് സ്ഥാപിത ശേഷിയുള്ള ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് വിമാനത്താവളത്തിനകത്ത് സ്ഥാപിക്കാൻ കരാർ ഒപ്പിട്ടു. വിമാനത്താവള പരിസരത്താണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. കരാർ പ്രകാരം BPCL പ്ലാന്റ് സ്ഥാപിക്കുകയും വേണ്ട സാങ്കേതിക സഹായം ലഭ്യമാക്കുകയും ചെയ്യും. ഇതിനായി വൈദ്യുതിയും വെള്ളവും മറ്റു സൗകര്യങ്ങളും എയർപോർട്ടിൽ നിന്ന് നൽകുകയും ചെയ്യും. 2025 പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. വിമാനത്താവളത്തിനകത്ത് വേണ്ട വാഹനങ്ങൾക്കായിരിക്കും ആദ്യം ഹൈഡ്രജൻ ഉപയോഗിക്കുക. ഇനി ഈ നെടുമ്പാശ്ശേരി എന്ന ഗ്രാമത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. എറണാകുളം ജില്ലയിലെ പാറക്കടവ് ബ്ലോക്കിലെ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്ഥാനമാണ് നെടുമ്പാശ്ശേരി. സംഘകാലം മുതൽ പരാമർശിക്കുന്ന ഒരു പ്രദേശമാണ് നെടുമ്പാശ്ശേരി. പഴയ കാലത്തും കേരളത്തിൻ്റെ പ്രാദേശിക ഭരണം നിലവിലുണ്ടായിരുന്നു. നാട്ടുകൂട്ടം അല്ലെങ്കിൽ ചേരികൾ എന്നെല്ലാമാണ് ഇവയെ പറഞ്ഞിരുന്നത്. കേരളത്തിലെ പ്രസിദ്ധമായ 18 ശേരികൾ ഒരു പ്രാദേശിക ഭരണ സംവിധാനമായിരുന്നു. ഈ ശേരിയിൽ നെടുമ്പാശ്ശേരി പെടില്ലെങ്കിലും ഈ പേരുമായി ബന്ധപ്പെട്ടായിരിക്കും നെടുമ്പാശ്ശേരിയും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളും രൂപം കൊണ്ടത്. നെടുമ്പാശ്ശേരി, മള്ളൂശ്ശേരി, പൊയ്ക്കാട്ടുശ്ശേരി എന്നീ പേരുകൾ ഉദാഹരണം. ഒരു കാലത്ത് ആരും അറിയാതെ കിടന്നിരുന്ന ഈ പ്രദേശം പുറം ലോകം അറിഞ്ഞത് ഇവിടെ അന്താരാഷ്ട്ര വിമാനത്താവളം വന്നതോടുകൂടിയാണ്. അങ്കമാലി മഞ്ഞാലി കനാൽ ഈ പഞ്ചായത്തിൻ്റെ 3 വാർഡുകളിലൂടെ ഒഴുകുന്നു. പഞ്ചായത്തിൻ്റെ 90% സമനിലമാണ്. അതുകൊണ്ട് തന്നെ കൃഷിയാണ് ഇവിടുത്തെ പ്രധാനം. ഇവിടെ പ്രധാനമായും പൂവ് കൃഷിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കൂടാതെ നെൽകൃഷിയും ധാരാളം സുഗന്ധവ്യഞ്ജനങ്ങളും ഇവിടെ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.